ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിന്റെ നാളത്തെ ഫുൾ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്ന അടിപൊളി ഭാഗങ്ങൾ തന്നെയാണ്. അങ്ങനെ ധർമ്മനോട് പറയേണ്ട, അച്യുതൻ നിനക്ക് വേണ്ടി ഒരു കട ഇടാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചേക്കണം. അയ്യോ എനിക്ക് കടയൊന്നും വേണ്ട, ഏട്ടന്മാരുടെ ബിസിനസിന്റെ കൂടെ എന്നെ ഒന്ന് ആഡ് ചെയ്താൽ മതി, അതൊക്കെ ഞാനും ഏട്ടനും തീരുമാനിക്കല്ലേ ഏട്ടാ. അതേടാ, എന്തായാലും നിനക്ക് വേണ്ടി ഒരു പ്ലോട്ട് ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്, അവിടെ ഒരു കട ഇട്ട് തരാം. നിനക്കും സുകന്യക്കും ഭാവിയിൽ നിങ്ങൾക്ക് ഉള്ള ഒരു സമ്പാദ്യം പോലെ ആകും അത്. നിങ്ങൾക്ക് ജീവനും അതേപോലെ ഇത് വേണ്ടേടാ, ഒരു നിലനിൽപ്പ് വേണ്ടേ. അപ്പൊ അതുകൊണ്ട് കട തന്നെയാണ് നല്ലത്. പിന്നെ ഗോമതി സ്റ്റോഴ്സിൽ ഇത്രയും നാൾ വർഷത്തെ പരിചയവും നിനക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് നല്ലത്. അതിനുവേണ്ടി ഞാനും അതുപോലെ തന്നെ ഏട്ടനും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അച്ഛനും അനന്തനും കൂടി അവിടെ നിന്ന് പോവാട്ടെ. ധർമ്മൻ ആകെ പെട്ടുപോവാണ്. കാരണം അങ്ങനെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാല് ബാലൻ എന്താ വിചാരിക്കുക, ധർമ്മൻ ബാലനെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തെന്നല്ല. അത് മാത്രമല്ല, ധർമ്മൻ അതിനോടൊന്നും വലിയ താല്പര്യവും ഇല്ല. അതിനുശേഷം പിന്നീട് കാണിക്കണം നമ്മുടെ ഉദയഭാനു വീണ്ടും ഉടുത്തൊരുങ്ങി പോയിരിക്കുകയാണ് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിലേക്ക്. അവിടെ നിന്ന് കുറച്ച് പൈസയും കൂടി അടിച്ചു മാറ്റാനായിട്ട് അങ്ങനെ നേരെ പോകുന്നത് ഗോമതി സ്റ്റോഴ്സിലേക്കാട്ടെ. അവിടെയാണെങ്കിൽ ദേവിയും അതുപോലെ തന്നെ ആകാശം മാത്രമേ ഉള്ളൂ. അപ്പൊ ആകാശിനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പലചരക്ക് ആൾക്കാർക്കൊക്കെ പൈസ കൊടുക്കാനായിട്ടുണ്ട്. അപ്പൊ ദേവി ഓരോരോ കൊടുക്കാനുള്ള ഓരോരോ പൈസകള് ഓരോരോ ഇപ്പൊ 5000 രൂപ കൊടുക്കാൾക്ക് 5000 രൂപ, 10000 കൊടുക്കാൾക്ക് 10000 രൂപ, അങ്ങനെ പലചരക്ക് കടയിൽ ആ കടയിൽ ഈ കടയിലൊക്കെ അത് വെജിറ്റബിൾസ് എടുക്കാനായിട്ട് അങ്ങനത്തെ കടകളിലൊക്കെ കൊടുക്കാനുള്ള പൈസ ഓരോരോ സ്ലിപ്പ് ആക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആകാശോട് പറയണ്ട, ആകാശെ കൊടുക്കേണ്ട പൈസയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നീ ഒന്ന് കൊടുക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ എടുത്ത് ഞാൻ ഇപ്പൊ തന്നെ പോവാം, അല്ല ഇവിടെ കസ്റ്റമേഴ്സ് വന്ന ഇടത്തേക്ക് ഒറ്റക്ക് ഡീൽ ചെയ്യാൻ പറ്റുമോ, അതൊന്നും കുഴപ്പമില്ല, നീ പോയിട്ട് പെട്ടെന്ന് വരില്ലേ, ഞാൻ പെട്ടെന്ന് വരാൻ എടുത്തി എന്ന് പറയണം. അങ്ങനെ ഒരു ചെറിയൊരു നോട്ട് കെട്ടിയെടുത്ത് നമ്മുടെ ആകാശിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ദേവി. ആ കാഴ്ച കണ്ടുകൊണ്ടിട്ടാണ് ഉദയഭാനു അവിടേക്ക് വരുന്നത് കേട്ടോ. ഉദയഭാനു വരുമ്പോ കാണുന്ന കാഴ്ച, ദേവി ഒരു കെട്ട് നോട്ട് ആകാശിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഈശ്വര, ഞാൻ വരാൻ ഒരു 5 മിനിറ്റ് വൈകിപ്പോയി, അല്ലെങ്കിൽ ആ കെട്ട് നോട്ട് സ്വന്തമാക്കായിരുന്നു എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ ആകാശ് അവിടെ നിന്ന്, അങ്കിളെ ദേവിയെടുത്തി അച്ഛൻ വന്നല്ലോ, അച്ഛ എന്ന് പറയുമ്പോഴേക്കും ആകാശ് എന്താ ശരി അങ്കിൾ, എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോവാണ്, മോൻ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആകാശിനെ അവിടെ പറഞ്ഞയക്കാൻ ധൃതി കൂട്ടാണ് ഉദയഭാനു. ശേഷം ആകാശ് പോയിക്കുമ്പോഴേക്കും ഉദയഭാനു ചോദിക്കേണ്ടത്, ദേവി എന്തിനാ അച്ഛൻ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്, നിങ്ങൾക്ക് ഇവിടെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. മോളെ അതെ, അന്ന് തന്നില്ല ഒരു ബൂസ്റ്റിന്റെ ഒരു പാക്കറ്റ്, അതുപോലത്തെ 2-3 പാക്കറ്റ് ഇവിടെ താടി നല്ല ടേസ്റ്റ് ഉണ്ട് അച്ഛാ. ബൂസ്റ്റിന്റെ ഒക്കെ പാക്കറ്റ് ഇവിടെ മാത്രല്ല എല്ലാ കടയിലും കിട്ടും, അതെനിക്ക് അറിയാടി. പൈസ ഇല്ല മോളെ, നീ ഒന്ന് താടി മോളെ എന്ന് പറയാണ്. അച്ഛൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബൂസ്റ്റ് എടുക്കാനായിട്ട് നമ്മുടെ ആ ഒരു സാഷ്യൽ പാക്ക് ഉണ്ടല്ലോ, അത് എടുക്കാൻ വേണ്ടി ദേവി അപ്പുറത്തേക്ക് പോണ സമയത്ത് ഉദയഭാനു എന്താ ചെയ്യാച്ചാൽ അവിടെ മേശവരിപ്പ് തുറന്നിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ അങ്ങനെ കൈയിട്ട് അങ്ങോട്ട് വാരി എടുക്കുകയാണ്. അതിൽ കണക്കുണ്ട് കാര്യങ്ങളുണ്ടോ ഒന്നും മനസ്സിലാക്കുന്നില്ല. കൈയിട്ട് വാരി അത് ഷർട്ടിന്റെ ഉള്ളിലേക്ക്, അത് ഷർട്ട് ഇങ്ങനെ തുറന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടാണ്. അപ്പൊ ഒന്നും അറിയൂലല്ലോ ദേവി. എന്നിട്ട് ഒന്നടുത്ത പോലെ മോളെ താ എന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്തിട്ട് പോവാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ആനന്ദ് വീട്ടിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ കാഴ്ചയാണ് ആനന്ദ് കാണുന്നത്. നമ്മുടെ ദേവിയുടെ അച്ഛനായിട്ടുള്ള ഉദയഭാനു പൈസ അടിച്ചു മാറ്റുന്ന രംഗം. ഇത് കാണുമ്പോ തന്നെ തീർന്നടോ ഉദയഭാനു, താൻ ഇന്നത്തോടെ തീർന്നു എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ നിൽക്കാണ് ആനന്ദ്. അതിനുശേഷം നമ്മുടെ അലോകിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി അനുവും അതുപോലെ തന്നെ ഗോമതിയും ബാലനും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അവിടുത്തെ SI-നോട് തുറന്നു പറയാണ്. SI ഒരു നല്ല മനുഷ്യനായത് കൊണ്ട് തന്നെ അനുവിനോട് പറയണ്ട, മോളെ നിനക്ക് ഇതുപോലത്തെ ഒരു ദുരനുഭവം ഉണ്ടെങ്കിൽ നിനക്ക് ഇതൊക്കെ നേരത്തെ വീട്ടുകാരോട് പറയണ്ടേ. ഈ കാലത്ത് പെണ്ണുങ്ങളുടെ കൂടിയാണ് നിയമവും കാര്യങ്ങളും. അത് മാത്രമല്ല, മോളെ പോലെ ഇത്രയും കുടുംബത്തെ സ്നേഹിക്കുന്ന ഇത്രയും അനുഭവിച്ച കുട്ടികളെ നിയമത്തിന് മുന്നിൽ ആ കുറ്റവാളികൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാരാണെങ്കിൽ ആരാണെങ്കിലും തെറ്റ് ചെയ്തത് അത് പറയണം മോളെ, തുറന്ന് പറയണം മോളെ. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, ബാലന്റെ കംപ്ലൈന്റ് കാര്യമില്ല, ഗോമതിയും അതുപോലെ തന്നെ മകൾ അനുവും കൂടി ഒരു കംപ്ലൈന്റ് എഴുതാം. ഗോമതി ഒരു കംപ്ലൈന്റ് എഴുതണം, എന്റെ മോളെ അനുവിന് ഇത്രമാത്രം ഭർത്താവിന്റെ വീട്ടുകാരും ഭർത്താവും ഇത്രമാത്രം അനുഭവിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഒരു കംപ്ലൈന്റ് എഴുതാന്ന് പറയാണ്. അങ്ങനെ അനു ഒരു കംപ്ലൈന്റ് എഴുതി പോലീസിനെ കൊടുക്കുന്നുണ്ട്. പോലീസ് SI പറഞ്ഞിട്ട് ഇനി ഞങ്ങളെല്ലാം നോക്കിക്കോളാം, ഇപ്പൊ തന്നെ അവനെ തൂക്കിയെടുത്തോണ്ട് ഇവിടേക്ക് വരാമെന്ന് പറയാണ്. അങ്ങനെ ബാലനും ഗോമതിക്കും അനുക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം അനുവിനോട് ചെയ്തതിനൊക്കെ ചെറിയൊരു തിരിച്ചടി കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ അവര് പോണേ തൊട്ട് പിന്നെ തന്നെ പോലീസ് അതായത് ബാലനും ഗോമതിയും അനുവും നമ്മുടെ ദേവമംഗലത്ത് എത്തുന്ന മുമ്പ് തന്നെ പോലീസുകാരെത്തി. എവിടെ? കൃഷ്ണമംഗലത്ത്. അവിടെ എത്തിയിട്ട് നമ്മുടെ അലോകിനെ പിടികൂടാൻ വേണ്ടി നോക്കുമ്പോ അലോക് അവിടെ നിന്ന് ഓടിപ്പോവാൻ വേണ്ടി നോക്കുവാട്ടോ. അവിടെ മതിൽ ചാടി പോവാനൊക്കെ നോക്കുമ്പോ പോലീസുകാരെ അലോകിനെ പിടിക്കാൻ വേണ്ടി പോകുമ്പോ അയ്യോ മോനെ അലോക് എന്ന് പറഞ്ഞിട്ട് അലോകിനെ വീഴാനൊക്കെ പോകുന്നുണ്ട് മതിൽ ചാടാൻ പോകുമ്പോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അത് എന്താണെന്ന് അറിയില്ല. അപ്പൊ നാളത്തെ എപ്പിസോഡ് വന്നാലേ അറിയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒറിജിനൽ എപ്പിസോഡിന്റെ പ്രൊമോ ഒക്കെ എപ്പോഴും കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. എല്ലാവർക്കും ബൈ ബൈ.